ഏതൊരു ഭർത്താവ് അല്ല കല്യാണം കഴിക്കാൻ ആദ്യം ചോദിക്കുക എത്ര വരെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ആണെങ്കിൽ ഓക്കെ, പക്ഷേ ചോദിക്കുന്നില്ല മതപരമായി എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചോദിക്കുന്നില്ല. അതില്ലെങ്കിൽ അത് നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനെ നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ ആരും കല്യാണം കഴിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് മക്കളെ നേരാവണ്ണം പഠിപ്പിക്കും. നേരെ തിരിച്ച് തന്റെ ആ കുട്ടി എങ്ങനെയാണ് ഈ പറയുന്ന ഈ റഹീമും റഹ്മാനും എല്ലാം പറയുന്ന ഈ ചങ്ങായി ഏത് വിഭാഗത്തിലാ നോക്കൂല. മോളെ അല്ലാഹുമ്മ സല്ലി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കെട്ടിച്ചു കൊടുക്കും. ലാസ്റ്റ് അവസാനം ഒന്നുമില്ലാത്ത ഗതിയിലാവും. അതുകൊണ്ട് ചിന്തിക്കാൻ, ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ മകൾക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ആ ചെക്കൻ നല്ല ഇൽമുള്ളവനാണോ, അവൻ അറിവുള്ളവനാണോ, അവനക്ക് എല്ലാം മതപരമായിട്ടും എല്ലാ ചിന്തയും ഉണ്ടാണോ, അത് നമ്മൾ ചോദിക്കൂല. നേരെ തിരിച്ച് ആ പെണ്ണെങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കൂല. അതുകൊണ്ടല്ലേ മതപരമായ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്റെ കണ്ണുകൊണ്ട് എന്റെ സ്കൂളിന്റെ വരാതയിൽ ഞാൻ കാണാറുണ്ട്. ഒരു മൂലക്കൊരാണും പെണ്ണും കാണാൻ എന്നിട്ട് ഇങ്ങനെ ജനലിന്റെ അവിടെ നിന്ന് എന്താന്ന് വെച്ച് അവൻ പറയാ, നീ എന്തിട്ടാ ആദ്യം ഞാൻ ചോദിച്ചത് ഇഷ്ടമല്ല പറഞ്ഞത്. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ നിനക്ക് എന്തിന്റെ വട്ടാന്ന്? ഒന്നുമില്ല, ഒരു ടൈം പാസ് എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിരിച്ചാലും കരഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എമിലിക്കാരോട് ഞാൻ ചോദിക്കുക, ഇവിടെയുള്ള ഓരോ കുട്ടികളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെന്ന് ഈ പരിശുദ്ധമാകുന്ന ഇൽമിന്റെ സദസ്സിൽ നിന്ന് ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല. ഒരാൾക്ക് പോലും ശബ്ദം ഉയർത്താൻ കഴിയില്ല. കാരണം നടക്കാതിരിക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായി എനിക്കറിയാം എന്തൊക്കെയാണ്. സ്കൂളിൽ പോലും ഉമ്മ ശ്രദ്ധിക്കൂല. ഒന്നെടുത്ത് ബുക്ക് മറിച്ചു നോക്കിയാൽ മതി, ഒരു ലവ് ലെറ്റർ കാണാം, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പുറത്തെ ഒരു സഞ്ചി കാണാം, ഒരു കെട്ട് ഡയറി മിൽക്കും. എല്ലാ തോന്നിവാസത്തിന് പോലും ഉമ്മമാര് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാ ഇന്ന് ഈ സമുദായമെന്ന് തെറ്റായ രീതിയിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ അലാറം വെക്കാനെന്ന് പറഞ്ഞിട്ട് തന്റെ മോള് ഫോൺ വാങ്ങിക്കൊണ്ട് രാത്രി ടൈമിൽ അന്യപുരുഷനുമായി ചാറ്റിംഗ് ചെയ്യുകയാ. ചീറ്റിംഗ് ആവുന്നത് അറിയുന്നില്ല. ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ അയൽനാട്ടത്തിലല്ലേ നമ്മൾ തയ്യാറാകുന്നത്. അതിൽ കൂടെ ചാറ്റിംഗ് ചെയ്യുകയാ. തന്റെ ഫോട്ടോക്ക് ലൈക്ക് അടിക്കുകയാ, കമന്റ് അടിക്കുകയാ, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയാ. തെറ്റായ രീതിയിലേക്ക് ചീറ്റിംഗ് ആവുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോക മുസ്ലിങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാ. ഇന്നത്തെ എന്റെ സാറ്, എന്നെ പഠിപ്പിക്കുന്ന സാറ് പോലും പറഞ്ഞത്, ഏത് ഇതര മതസ്ഥരെ കാളമെന്ന് വൃത്തികെട്ടവര് ഇന്ന് മുസ്ലിം കുട്ടികളാ, ഇന്ന് മുസ്ലിം മക്കളാ. കാരണം എന്താ, മനസ്സ് പോലും ഖേദിച്ചു പോയി. പുതിയ മോഡൽ കെട്ടുമ്പോ, പുതിയ ഡിസൈനുകളുടെ വസ്ത്രം ധരിക്കുമ്പോ, ഒട്ടകത്തിന്റെ കൂന പോലെ മുടികെട്ടിക്കൊണ്ട് തന്റെ സൗന്ദര്യം, എനിക്ക് വല്ലാത്ത സൗന്ദര്യമോ, എനിക്ക് വല്ലാത്ത അഴകാ, അത് ആള് കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, എന്റെ സഹോദരിമാരുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ റസൂലുള്ളാഹിന്റെ കണ്ണുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞ 2 വിഭാഗക്കാരാ. ഒട്ടകത്തിന്റെ മൂല പോലെ മുടികെട്ടുന്നവരാ, പിന്നെ കാട്ടാളുകളായ അറബി വർഗങ്ങളെയാ. തന്റെ കീഴിൽ പണി ചെയ്യുന്നവർ, അടിക്കുന്നവരാ, അവരെ പുച്ഛിക്കുന്നവരാ, അവരാണ് ഒന്നാമത്തെ ആള്. പിന്നെ രണ്ടാമത്തെ നിങ്ങളെ പെണ്ണ്. എന്റെ ഉമ്മമാരെ, നിങ്ങളെ കുറിച്ചാ വിശേഷിക്കപ്പെട്ടത്. കാരണം എന്താ, തന്റെ അയൽവാസിയുടെ കുറ്റം പറയുമ്പോ, തന്റെ അയൽവാസിയുടെ കുറവ് പറയുമ്പോ, തന്റെ കൂട്ടുകാരിയുടെ കുറവ് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. എന്താണ് തൊട്ടടുത്ത അയൽവാസിയോട് പറയാ, നീ ശരിയില്ല, ഓള് ശരിയില്ല, ഓൾ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നത്. ഫിത്ന അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നരകവും സ്വർഗവും കാണാ പോയിരുന്ന നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ആരെയെന്നറിയണോ? നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്ന് തിരു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ എന്റെ പൊന്നുമ്മമാരെയാണ് അവിടെ കണ്ടത്. കാരണം എന്താ ഈ വേദിയിൽ വരുന്നത് പോലെ ഈ വേദിയിൽ വന്നിട്ട് പോലും ഫിത്ന പറയുന്ന ഉമ്മമാരൊക്കെ, വേദിയിൽ വന്നിട്ട് പോലും ഉസ്താദ് ശരിയില്ല, കുട്ടി വന്നിട്ട് എന്നെ കുറിച്ച് കുറ്റം ഓ കയ്യ വയ്യ, ആ കുട്ടി വന്നിട്ടാണ് ഒച്ചപ്പാടാക്കി കുറെ കുട്ടിയൊക്കെ വെളിപ്പെടുത്തി, ഇതെന്താ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്വകാര്യത്ത് പറയുന്നുണ്ടാവും. അപ്പോഴും മറ്റേ ആൾ കേൾക്കുമ്പോ അപ്പുറത്ത് ശരിയില്ല കുട്ടി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. വയലിന് പ്രഭാഷണത്തിന് വന്ന പോലും ഉസ്താദുമാരെ കുറ്റം പറയും. അങ്ങനെയുള്ള ഉമ്മമാരെ തൊട്ടടുത്ത അയൽവാസിയുടെ ഒരു കുറ്റം പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയും. അള്ളാഹു നമ്മുടെ ഉമ്മമാരെയൊക്കെ നല്ല രീതിയിൽ അള്ളാഹു നയിക്കുമാറാകട്ടെ. തമ്പുരാനോട് നമ്മൾ ദുആ മാത്രം ചെയ്താൽ പോരാ, നമ്മളിങ്ങനെ നിൽക്കുക, അള്ളാഹുവേ എന്നെ നന്നാക്കണേ. ഒന്നിക്കലും നമസ്കാരമില്ല, ഒന്നിക്കലും നിസ്കാരമില്ല, അതുപോലുമില്ലാതെ നമസ്കാരം പോലും നിർവഹിക്കാതെ നമ്മളെ എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമസ്കരിക്കാത്തവർക്ക് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, വവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കാത്തവർക്കാണ് വൈലെന്ന നരകമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തിയില്ലേ. അതിന്റെ കാരണം എന്തെന്നറിയണോ ഉമ്മ? മുനാഫിക്കീങ്ങൾക്കല്ല കൊടുത്തത്, ആർക്കാണ് കൊടുത്തതെന്നറിയുമോ? കാഫിരീങ്ങൾക്കല്ല കൊടുത്തത്, ആർക്കാണ് കൊടുത്തതെന്നറിയണോ ഉമ്മ? മുസ്ലിമായ കൊണ്ട് നിസ്കാരത്തെ കളിയാക്കുന്നത് പോലെ, കുതിര ഓടുന്നത് പോലെ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ സമയല്ലാഹു ലിമൻ ഹമിദ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ആർക്ക് വേണ്ടിയാ വൈലെന്ന നരകം കൊടുത്തത്? ഇവിടെയുള്ള വൈലെന്ന നരകം കൊടുത്തത് എമിലിയുള്ള ഉമ്മമാർക്കായ വൈലെന്ന നരകത്തെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? 3ാമത്തെ തട്ടിലാണ് വൈലെന്ന നരക. മുകളിലുള്ള ഓരോ മനുഷ്യന്റെയും ചലങ്ങളെ ഊറ്റിക്കൊണ്ട്, അതുമല്ലാതെ ഓരോ മനുഷ്യന്റെയും ചെലവും രക്തവും എല്ലാം ഊറ്റിക്കൊണ്ട്, എല്ലാം മുറ്റിയ വലിയൊരു കുളം പോലെ അഗ്നികളും ഇങ്ങനെ കല്ല് പോലും ഇട്ടാൽ അത്രയും അധികം കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്രയും അധികം ഭയാനകരമായ വൈലെന്ന നരകമുണ്ടല്ലോ. ആ വൈലെന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നമസ്കാരം ഒഴിവാക്കിയവരെ അല്ലാഹുവിനെ മറന്നു പോകല്ലേ, പടച്ച തമ്പുരാനെ മറന്നു പോകല്ലേ. മുസല്ലീൻ, ഞാനല്ല പറയുന്നത് പരിശുദ്ധമാർന്ന ഖുർആനാ, ഞാനല്ല പറയുന്നത് ഖുർആനാണെങ്കിൽ, ലോകത്തെ അത്ഭുതം സൃഷ്ടിച്ച ഖുർആനാണെങ്കിൽ, മോറസ് ബുക്കായി എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ പോലെ പരിശുദ്ധമാർന്ന ഖുർആനിന്റെ എന്ന വാക്കിന്റെ അർത്ഥം പോലും ലഭിക്കാതെ മോറസ് ബുക്കായി എന്നറിയപ്പെടുന്ന ലോകം കണ്ട ശാസ്ത്രജ്ഞൻ പോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന യമനി സഹോദരന്മാരെ, ആരോടാ വെല്ലുവിളിക്കുന്നത്? ആരോടാ നമ്മൾ വെല്ലുവിളിക്കുന്നത്? ഖുർആനല്ലേ, ലോകത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഖുർആനല്ലേ. ഏത് ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടുപിടിച്ചത് ഖുർആൻ നോക്കിയിട്ടല്ലേ. ആർക്കാണ് പറയാൻ കഴിയുന്നത്? ആർക്കാണ് ചെയ്യാൻ കഴിയുന്നത്? ഖുർആൻ പോലുള്ളൊരു ബുക്ക് ആർക്കാണ് കൊണ്ടുവരാൻ കഴിയുന്നത്? സാക്ഷാൽ അബൂജഹൽ ഉണ്ടാക്കിയ ഖുർആൻ എന്നറിയുമോ? ആനയൊരു ആനയാണ്, ആനക്ക് 2 കൊമ്പുണ്ട്, അതുപോലെ തന്നെ ഒരു വാലുണ്ട്, ഒരു നീണ്ട കുമ്പിക്കൈ ഉണ്ടെന്ന് അബൂജഹൽ പോലെ പാടി നടന്നില്ലേ. ഇതുപോലൊരു സാഹിത്യത്തിന്റെ നിറകടം ആർക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഇതുപോലെ അത്ഭുതത്തിന്റെ പുസ്തകം ആർക്ക് കൊണ്ടുവരാൻ സാധിക്കും? ആ ഖുർആനിനെ എതിർത്ത ഉമ്മമാരില്ലേ, ആ ഖുർആനിന്റെ തന്റെ ആൾമാരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഖുർആൻ പോലെ പാരായണം ചെയ്യാതെ രാത്രി സമയങ്ങളിൽ നൈറ്റുകളിലെ മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള എല്ലാ സന്ദർഭങ്ങളും എല്ലാ സമയങ്ങളും വാക്ക് എവിടെ പോയി, മുഴുക്ക എവിടെ പോയി, തവാർക്ക് എവിടെ പോയി, യാസീൻ എവിടെ പോയി, എത്ര ഫീസത്തുമാല എവിടെ പോയി, മൗലൂദ് എവിടെ പോയി, ഹദ്ദാദ് എവിടെ പോയി? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിന് പകരമായി കൊണ്ട് വൈറസ് നമ്മളെ ക്ലീനാക്കിയില്ലേ. നല്ല വൈറസ് ക്ലീനാക്കി പുതിയ അതിനും വലിയ വൈറസ് കൊണ്ടുവരികയാണ്. ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കി വൈറസ് ചന്ദനമയവും പരസ്പരം. ഇത് മാത്രമേ എനിക്കറിയാവൂ. അതും കണ്ടത് ഇങ്ങനെ പോകുന്ന വഴിക്കൊരു KSRTC ബസിന്റെ മുകളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9.
അതും അത് കണ്ടുപിടിച്ചതാ. കാരണം അതുപോലെ പരസ്യത്തില് അതുകൊണ്ട് ചന്ദനമായ പടച്ചോനെ, അയ്യോ ശനി ഞാനും ഇല്ലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാ, അയ്യോ ഓക്കെന്ത് സംഭവിച്ചു എന്ന് പൊട്ടിക്കരയുക. ഓക്കെന്താ സംഭവിച്ചിട്ടുണ്ട്, അടുക്കളയെന്ന് ഉപ്പിടേണ്ട അടുത്ത് പഞ്ചസാര ഇട്ട് പോകുന്ന അവസ്ഥയാണ്. കാരണം എന്താ പടച്ചോനെ, ഇനി എന്തായിരിക്കും അടുത്ത രംഗം എന്തായിരിക്കും എന്ന് കൺഫ്യൂഷൻ ആവുകയാണ്.